ചൂടട്ടെ ചൂപ്പായിട്ട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചാ അമ്മ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയണ നമ്മളെന്നല്ല അമ്മ എന്താ പറഞ്ഞ് തിരിച്ചു വെച്ചു സ്റ്റാറ്റസ്. ഉമ്മാക്ക് സ്റ്റേറ്റസ് എന്നുള്ള കാര്യം ഞാനാ പറഞ്ഞിട്ട് അപ്പൊ ഉമ്മാക്ക് സ്റ്റേന്ന് വരില്ല. അപ്പൊ ഉമ്മ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്നായിട്ട് അറിയാം. ഉമ്മ ആരും ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാം. അത് തന്നെ ഉണ്ടല്ലോ എന്താ പറയാ പണ്ട് ജനറേഷനിലൊന്നും അങ്ങനെ മറ്റേ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യൽ കുറവാണല്ലോ. ഉമ്മാക്ക് വാട്സപ്പില് വോയിസ് മെസ്സേജ് അയക്കറിയാം, സ്റ്റേറ്റസ് ഇടാൻ അറിയാം, വാട്സപ്പ് കോൾ ചെയ്യാൻ അറിയാം, ഒക്കെ അറിയാം. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു ഇതെല്ലാം ഉമ്മമാർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാം. പക്ഷെ പണ്ടുണ്ടായിരുന്നില്ല. ഉമ്മ എനിക്ക് ആവശ്യമുള്ള അച്ഛനോട് പഠിപ്പിച്ച അച്ഛൻ എങ്ങനെ വെച്ചിട്ടാ സ്കൂളില് ക്ലാസ് എടുക്കുന്ന പോലെ ഇത് എന്നോട് ഓരോ സ്റ്റെപ്പ് പറഞ്ഞുതരും. ഇതിങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ. അപ്പൊ ഇക്കാണെങ്കിൽ അത് ആവശ്യമുള്ള സാധനമാണല്ലോ. അപ്പൊ ഞാൻ വേഗം വേഗം പഠിക്കും. അപ്പൊ അത്യാവശ്യം എല്ലാം അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പതാ ഒരാളെ നോക്കിക്കോട്ടോ. ലിപ്സ്റ്റിക് ഇടുകയാണ്. അപ്പൊ അവിടെ നിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ നിന്നോണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കാനട്ടാ. സൂപ്പർ. നമുക്കിനി ഒരു ഇൻട്രോ എടുത്തിട്ട് തുടങ്ങാം. ഇടുവാ അതിപ്പോ കുഴപ്പമില്ല. കൊള്ളാക്കാൻ നിക്കട്ട. കണ്ടുപിടക്ക് സൂപ്പറാ. നമുക്ക് ഇൻട്രോ എടുത്തിട്ട് മനസ്സാരിപ്പിക്കാം. വാ തുടങ്ങാം അല്ലേ? അല്ല എന്നെ മുഴുവൻ കാണാൻ കേക്ക് ഇവിടെ നിക്ക്. അപ്പൊ എന്റെ മമ്മീനെ കാണണ്ടേ? മമ്മി വയസ്സായില്ലേ സാർ. ഓക്കെ ഇപ്പൊ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നടുക്കിലും തന്നെ കാണാതിരിക്കുവോ? കാണാതിരിക്കല്ലേ? നമുക്ക് ഇൻട്രോ എടുക്കാം. ഓക്കെ 3, 2, 1 സ്റ്റാർട്ട്. അസ്സലാമലൈക്കും, എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഷോർട്ട് ക്ലിപ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് ഈ ധൃതി പിടിച്ച് പോവാൻ നോക്കുന്നതെന്ന്. അപ്പൊ നമ്മള് 3 പേരും കൂടിയിട്ട് ചെന്നൈ പോവാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? സംഭവം എന്താന്ന് വെച്ചാൽ എനിക്ക് ചെന്നൈയിൽ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. സത്യം പറയാൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം സ്റ്റേറ്റില് ഇപ്പൊ ഞാൻ എത്രയൊക്കെ സങ്കടം ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ എന്തായാലും ആ ലൈവ് വീഡിയോ കാണും സ്റ്റേറ്റിന്റെ. അപ്പൊ ഞാനിങ്ങനെ കുച്ചിപ്പുടി ലൈവ്, ഭരതനാട്യം ലൈവ് ഒക്കെ ഇരുന്ന് കാണായിരുന്നു. അപ്പോഴും ഞാൻ ഉമ്മാരുടെ അടുത്തായാലും കൂടുതൽ പറയുന്നുണ്ട്, മമ്മിയുടെ അടുത്തായാലും പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഉമ്മ എനിക്ക് കളിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പറ്റിയില്ല. അപ്പൊ ഉമ്മയിലും അമ്മയിലും എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെക്കാട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിനക്ക് വരാനാവുന്നു. അത് പറഞ്ഞതും കുറച്ചു ദിവസം കഴിയലും എന്താ ഇങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞപ്പോ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോ എനിക്ക് ഒരുപാട് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാപ്പി. അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് എല്ലാവരുടെയും ഫേസിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്തായാലും ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാന്ന്. അപ്പൊ നമ്മള് 25th പോകുന്നത്. ഈ വ്ളോഗ് നിങ്ങളുടെ അടുത്തേക്ക് എന്ന് എത്താന്ന് അറിയില്ല. ഞാൻ പെർഫോം ചെയ്യുന്നത് 26th പെർഫോം ചെയ്യുന്നത്. 26th നൈറ്റ് ഒക്കെ ആയിട്ടാവൂല്ലേ? നൈറ്റ് ഒക്കെ ആയിട്ടാവും പെർഫോം ചെയ്യുന്നുണ്ടാവുക. 25th നമ്മൾ പോകുന്നത്. അപ്പോ ഞാനും ഉമ്മയും മമ്മിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ വ്ളോഗ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ ഫുൾ വ്ളോഗ് എല്ലാം കാണിക്കാം കേട്ടോ. അപ്പൊ 26th കളിക്കുന്നത്. അപ്പോ എനിക്കറിയില്ല ഇനിയിപ്പോ ചെന്നൈയിൽ നിന്ന് എന്റെ വ്ളോഗ് കാണുന്ന ആൾക്കാരുണ്ടോന്ന് അറിയില്ല. പക്ഷെ ചാൻസ് കുറവാണ്. മലയാളീസ് ഉണ്ടെങ്കിൽ കാണുന്നുണ്ടാവും. പക്ഷെ എന്നാലും കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ കമന്റ് വരുന്നത് തമിഴ് ചേട്ടന്മാരും അക്കമാരും അണ്ണന്മാരും ആണ് കമന്റ് കൂടുതൽ വരുന്നത്. പക്ഷെ അറിയില്ല, അവർക്ക് വ്ളോഗ് കാണാൻ ചാൻസ് കുറവാണ്. അറിയില്ല കേട്ടോ. വ്ളോഗ് കാണുന്നുണ്ട്. അവരെന്നിട്ട് പറയാറുണ്ടല്ലോ നിങ്ങളുടെ ലാംഗ്വേജ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ അപ്പൊ വ്ളോഗ് കാണുന്നവരുണ്ട്. അപ്പൊ മലയാളീസ് ആയാലും അല്ലാത്തവരും ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ എന്തായാലും ഒരു സ്റ്റോറി പോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ചെന്നൈയില് കളിക്കുന്നുണ്ട്. എന്തായാലും ഇത് കളിച്ചു കഴിഞ്ഞിട്ടാവും ഈ വ്ളോഗ് എന്തായാലും നിങ്ങൾക്ക് എത്തുണ്ടാവാം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പോ നമുക്ക് വ്ളോഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ജസ്റ്റ് റെഡി ആവുന്നേ ഉള്ളൂ. നൈറ്റ് ആണ് കേട്ടോ. നമ്മൾ പിന്നെ ബസ്സിലാണ് പോകുന്നത്. AC ബസ്സിലാണ് പോകുന്നത്. ട്രെയിൻ അല്ല, ബസ്സാണ്. അപ്പൊ ഉമ്മതാ കണ്ണൊക്കെ എഴുതി മേക്കപ്പ് ഒക്കെ ചെയ്ത് എങ്ങോട്ടൊക്കെയോ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ കണ്ണെഴുതുന്ന ഒരാളാണ് ഉമ്മ. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പൊ ഞാൻ കണ്ണൊന്നും എഴുതുന്നില്ല. അപ്പൊ ഉമ്മ എന്തായാലും സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു, ഉമ്മ ഞാൻ കണ്ണൊന്നും എഴുതുന്നില്ല, ലിപ്സ്റ്റിക് മാത്രമേ. അപ്പൊ ഉമ്മ എന്നോട് പറയാണ്, അച്ചു റെസ്റ്റോറന്റിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ കയറുന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 10 മിനിറ്റ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിൽ കയറി 10 മിനിറ്റ് കഴിഞ്ഞ് ബാക്കിൽ കൂടെ വേഗം തന്നെ ഓടും. വയ്യ പറഞ്ഞ് കിതച്ചോടും. പക്ഷെ ഇതത് പറ്റില്ല. നമ്മളെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പെർഫോമൻസ് ആയതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഒരു 40 മിനിറ്റ് അവിടെ പെർഫോം ചെയ്യണം. നമ്മൾ പറഞ്ഞു കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ
കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് എനിക്ക് അങ്ങനെയാണ് ഞാൻ കളിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് 40 മിനിറ്റ് ഐറ്റംസ് ഒന്നും അങ്ങനെ പഠിച്ചിട്ടില്ല കുച്ചിപ്പുടി. അപ്പൊ വർണ്ണം തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ പഠിച്ച ഐറ്റംസ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രം ന്യൂ ഐറ്റം ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ ഞാൻ പഴയത്. ചെന്നൈ വ്ലോഗ് ചിലപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാവും ഉണ്ടാവുക. എന്തായാലും നിങ്ങളെല്ലാം കാണാം കേട്ടോ. ഓക്കെ, എന്നാ റെഡി ആയിക്കോ. മറന്നിക്കല്ലേ ഇതെല്ലാരും മേക്കപ്പ് വീഡിയോ എന്ന് പറഞ്ഞേക്ക, പിന്നെ ഞാൻ എന്തൊരു വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ മമ്മിയിലും ഉമ്മയിലും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആട്ടോ, അതേപോലെ തന്നെ ഞാനും. ഒരു കാര്യം ഉണ്ട് കേട്ടോ, എന്താ അറിയോ, പറയാൻ വിട്ടുപോയതാ, വേറൊന്നല്ല. ഞാൻ സ്റ്റേറ്റ് കലോത്സവം കാലിക്കറ്റ് നടക്കുന്ന ടൈം തൊട്ടേ ഉമ്മാട് പറയും ഉമ്മ സാരി എടുക്കോ സാരി എടുക്കോ. ഉമ്മ എപ്പോഴും പറഞ്ഞത്, കാരണം ഉമ്മറ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഹജ്ജിനൊക്കെ പോയിട്ടില്ല, അടുത്ത പ്രാവശ്യം പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉമ്മറൊക്കെയാണ് ഉമ്മ പോയിട്ടുള്ളത്. അപ്പൊ ഉമ്മ പറയാൻ തോന്നിച്ചു അത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛനെ പറയാം. ആയിരിക്കും. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അന്നോട്ടെ ഉമ്മ ഒന്ന് സാരി എടുക്കും. കാരണം എന്താ പറയുക, ഉമ്മ എനിക്ക് അത് സാരി എടുക്കാൻ ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല. എന്റെ അടുത്ത് കുഞ്ഞ് മറ്റേ എന്റെ ബർത്ത്ഡേയുടെ CD എന്റെ അടുത്തുണ്ട്. അപ്പൊ ഉമ്മ ഒരു റെഡും വൈറ്റ് ഒരു സാരി എടുത്തിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. എനിക്ക് ഉമ്മ സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഉമ്മ സാരി എടുക്കും. അപ്പൊ ഉമ്മ വേണ്ട ഉമ്മയെ, ഉമ്മ കഴിഞ്ഞ് വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുക്കാറില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഉമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മന്റെ സാരിയിൽ കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയട്ടോ. എനിക്ക് ഉമ്മ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം സാരി എന്നാണെന്ന്. പിന്നെ ഉപ്പാക്ക് പിന്നെ അങ്ങനെ വരും, ഉമ്മ എന്തിട്ടാലും ഉപ്പാക്ക് കുഴപ്പമില്ല. ഉമ്മ എവിടെ പോയാലും കുഴപ്പമില്ല, എന്തിട്ടാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ജീൻസും ടോപ്പ് അതൊക്കെ ഉപ്പാക്ക് ഒരു പ്രശ്നമില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇനി ഉമ്മ സാരി എടുക്കും അല്ലെ. അപ്പൊ ഞാൻ ഉമ്മാട്ട് പറഞ്ഞു, ഉമ്മ എന്തായാലും ചെന്നൈ പോകുന്നല്ലോ, ഉമ്മ സാരി എടുക്കും പറഞ്ഞിട്ട് ഉമ്മ സാരി എടുക്കുന്നുണ്ട്. എന്റെ ഇഷ്ടം പോലെ തന്നെ. പിന്നെ മമ്മിയുടെ കാര്യം വെച്ച് നോക്കുമ്പോ മമ്മി എനിക്ക് ചുരിദാറിന് തീരെ ഇഷ്ടമല്ല കേട്ടോ. മമ്മി എനിക്ക് ഇങ്ങനെ മോഡേൺ ആയിട്ട് നടക്കുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ക്രോപ്പ് ടോപ്പും അങ്ങനത്തെ വെസ്റ്റേൺ ഡ്രസ്സ് ഇടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മമ്മി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യുക, എല്ലാവർക്കും എന്റെ കയ്യിൽ അല്ല, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാനായിട്ട് പറ്റിയല്ലോ. അപ്പൊ അത് കാരണം ലിപ്സ്റ്റിക് ഒക്കെ അതെന്താ അറിയോ, ലിപ്സ്റ്റിക് കാണിച്ചു തരാം. ഇത് കാണണ്ടോ എനിക്കറിയില്ല. അച്ചു ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതില് ഇത് കഴിഞ്ഞു, പക്ഷെ അതിന്റെ ഉള്ളിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ അച്ചു ഉപയോഗിച്ച സാധനം ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഞാൻ ആക്ച്വലി ഇൻട്രോ എടുക്കുമ്പോ ഈ സാരിയുടെ കേസ് പറയണ്ട. പിന്നെ ഇങ്ങനെ ഉമ്മ സാരി എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നിട്ടാണ്, ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇൻട്രോ എടുക്കുന്ന ടൈമിൽ എനിക്ക് പറയണ്ടേ എന്തായാലും സാരി എടുത്തത് എനിക്ക് ഭയങ്കര. പിന്നെ അച്ഛന്റെ വല്യമ്മാനാണ് വിളിക്കണ ചെയ്യാൻ സാരി കൊടുത്തിരുന്നില്ല. എന്തറിയോ, ശരിക്കും ഉമ്മ ഉമ്മുമ്മാന്നാണ് വിളിക്കുന്നത്. ഉമ്മമാരെ ഉമ്മമ്മന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ ഉമ്മ ബുദ്ധിക്ക് കളിച്ചതാ. എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഉമ്മ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോ അച്ചു എന്റെ മമ്മീന്ന്, എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അച്ഛൻ മമ്മീന്ന് വിളിക്കുന്നത്. എനിക്ക് എന്റെ ഉമ്മച്ചിന്ന് വിളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛന് മമ്മി അച്ചു ഇതേ മമ്മി വലിയ ടൈമായി. മമ്മി 2 ദിവസം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ കുട്ടീന്റെ മമ്മി എന്നാണ്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോ എന്തോ പോലെ. അതായത് പണ്ട് കാലത്തൊക്കെ എന്റെ ഒക്കെ ചെറുപ്പകാലത്തൊക്കെ മമ്മി എന്ന് വിളിക്കുമ്പോ വലിയ ഹൈ ക്ലാസ് ഫാമിലിക്കാരാണല്ലേ ഉമ്മ മമ്മി എന്നൊക്കെ വിളിക്കാം. ഈ ഉമ്മ അങ്ങനെ പറഞ്ഞ ഈ കുട്ടീന്റെ മമ്മി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് അച്ചു മമ്മി എന്ന് വിളിച്ച് എന്താ മമ്മി, അവളുടെ മമ്മി ജോലിക്ക് പോകും. പിന്നെ ഇവളായിട്ട് കൊണ്ടുനടക്കലും കൊണ്ടുപോകലും. ഉപ്പച്ചിയാണ് ഈ ഗൾഫിലാണ്. ഉപ്പച്ചി മമ്മിയുടെ ഉപ്പച്ചി ഗൾഫിലാണ്. അപ്പൊ ഇവളെ എവിടെ പോകുമ്പോ കൊണ്ടുപോകും. അപ്പൊ അവള് പിന്നെ വല്യമാരെ വെക്കൊരിത്. അപ്പൊ ഞാൻ ഉമ്മച്ചി അപ്പൊ ഞാൻ അവളെ ഉമ്മച്ചി. അപ്പൊ ഉപ്പാടെ ഫോൺ വന്ന ഉപ്പച്ചിയുടെ ഫോൺ ഉപ്പച്ചി. അപ്പൊ ഞങ്ങള് രണ്ടാളും ഉമ്മച്ചി മറ്റൊരു രണ്ടാളും മമ്മിയും പപ്പയും. അത് കാരണം ഇപ്പൊ അവർക്ക് നല്ല എവിടെ എന്നാലും മമ്മി ഉപ്പാന്ന് വിളിച്ചൂടെ. അങ്ങനെയാണ് ഞങ്ങൾ ഉപ്പച്ചിനും മമ്മിയിൽക്കും കടന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും അങ്ങനെ വിളിക്കുന്നില്ല. പണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നില്ല, ഉമ്മ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. മുടി ഇങ്ങനെ കെട്ടിയാലേ പൊക്കി കെട്ടണ. ഒരു കാര്യം ചെയ്യേ, പോണിട്ടേല് കെട്ടിക്കോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി നിങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന്. മമ്മയിലും ഉമ്മയിലും നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആട്ടോ. പുറത്തു പോകുമ്പോ ഞാൻ അങ്ങനെ ചെയ്യില്ല മക്കളെ, എനിക്ക് വയസ്സായില്ലേ. എന്നിട്ടാണ് രാത്രി കിടക്കാൻ വേണ്ടി ബസ്സിൽ കയറി കിടന്ന് ഉറങ്ങി, എന്നിട്ടാണ് കണ്ണൊക്കെ എഴുതി ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. കരിവളെ കമ്മലെത്തുമ്പോ പൊട്ടുവോ? കമ്മലിട് ആദ്യം. കമ്മലോ കമ്മലോ
കമ്മല അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. കമ്മലോ അവൾക്ക് അവളുടെ ഒരു സാധനം എവിടെ ഇരിക്കണെന്ന് അറിയില്ല. അവളുടെ പാന്റീസ് എവിടെയൊക്കെ ഇരിക്കണേ ചോദിച്ചു. അതൊക്കെ അറിയാം. നിങ്ങളുടെ മോൾക്ക് കുറച്ച് പറയുമ്പോ കുറച്ച് കൂട്ടി പറഞ്ഞു കൊടുക്കണം. എവിടെ ഇരിക്കണം എന്റെ പാന്റീസ് അല്ലേ, പാന്റീസ് അപ്പുറത്തെ റൂമില്. അച്ഛൻ കമ്മലൊക്കെ നോക്കണം. മമ്മിക്ക് അല്ലെങ്കിൽ ഒരു കാര്യം കേട്ടാ, മമ്മി എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞ ഉമ്മാട് പറയുമ്പോ കുറച്ച് മസാലപ്പൊടി കുറച്ച് ഉപ്പൊക്കെ കൂട്ടിയിട്ടാണ് മമ്മി പറഞ്ഞു കൊടുക്കുക. അത് ഞാൻ വന്നില്ല. നീ ചെന്നൈയിൽ എന്നിട്ട് മൈലാഞ്ചി ഇതാല്ലേ കൈൻ്റെ ശേഷം ഉണ്ടാവില്ല. ചെന്നൈയിലുണ്ടാവും. നമുക്ക് അൾട്ടിട്ടാലോ? എന്താ മമ്മി ഇതെന്താ അടിക്കണ പോലെ കാണിക്കണേ? പണ്ട് ഞാനിങ്ങനെ പണ്ട് നിനക്ക് എത്ര അടിച്ചാലും മതിയല്ല. പിന്നെ നോക്കി അത് ഭയങ്കര ഇതാണ്. തെറ്റിട്ടൊന്നുമില്ല, വേദന പഠിച്ചത്. അല്ല മമ്മി കാലുമടിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അണ്ടർആമിലടിക്കി അപ്പൊ അടിച്ചിട്ട് അടിച്ചോ എല്ലാ അമ്മലും. മതി 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 മതി. നീ ഇന്റെ നീ തിന്നാതി. അപ്പൊ നല്ല അപ്പൊ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഉമ്മയും മമ്മിയും കൂടിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാം പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞു, ഒന്നും കൂടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരെ കാണാം. കഴിഞ്ഞോ? ഫുൾ സെറ്റാ? മൊബൈല് വാ. ആ സ്റ്റാൻഡല്ലേ, സ്റ്റിക്കല്ലേ? ഓക്കെ, നിക്കവിടെ സൈഡിൽ നിൽക്ക്. അപ്പോ ഉമ്മ റെഡിയായി, ഞാൻ റെഡിയായി, മമ്മീനെ കാണാനല്ലോ. മമ്മി റെഡിയായി, മൂന്നുപേർ റെഡിയായി. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ്. എല്ലാം സെറ്റായി വരട്ടെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. ശക്തൻ്റെ അവിടെയാണ് കേട്ടോ ബസ് വരെ. കല്ലട ആ ടൂറിസ്റ്റാണ് അവരല്ലേ? അതെ, അവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ ഓട്ടോ വരും. ഓട്ടോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ശക്തൻ്റെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ ദൂരം ഒന്നും പോകണ്ടെന്ന് വിചാരിച്ചു. ഭാരതിൻ്റെ അവിടെ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ഇട്ടത്. പിന്നെ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശക്തൻ്റെ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ബെൽറ്റ് ഇട്ടു. ഭക്ഷണം കഴിഞ്ഞോണ്ട് നോക്കുവണ്ടേ. അപ്പോൾ ഇതാ ഓട്ടോ ചേട്ടൻ വന്നു. നമ്മൾ വീട്ടിൽ നിന്ന് കറക്റ്റ് ടൈമിൽ തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ഇനി നമ്മളായിട്ട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്, ബസ് എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കണമായിരുന്നല്ലോ, അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങി. പക്ഷെ നമ്മൾ നല്ലോണം നേരത്തെ ആട്ടോ ഇറങ്ങിയത്. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്, കാരണം ട്രാഫിക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് ബസ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷാർപ്പായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 1 hour ലേറ്റാണ്, ട്രാഫിക് ജാം ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഓഫീസ് ഉണ്ടായിരുന്നു, അവരുടെ ട്രാവൽസിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഹൈ റോഡില്ലേ, അക്ഷയ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ ഭാരതിൽ പോയില്ല കേട്ടോ, കാരണം ഇപ്പോൾ നൈറ്റൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ബസ് എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ പോയില്ല. പക്ഷേ അവിടുന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഭാരതിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു കേട്ടോ. അവിടെ തന്നെ പോയാൽ മതിയായിരുന്നു, കാരണം ബസ് നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ നമ്മളായിട്ട് ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി. പിന്നെ ലഗേജസ് എന്നങ്ങനെ പറയാൻ കുറേയൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ, കാരണം അധികം ദിവസമൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഡ്രസ്സായാലും ഞാൻ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ, കുച്ചിപ്പുടി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, അപ്പോൾ ഒരൊറ്റ ഡ്രസ്സ് പോരെ. അപ്പോൾ അതുകൊണ്ട് ലഗേജസ് എന്ന് പറയാൻ അങ്ങനെ കുറേയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ ഡ്രസ്സ്, മമ്മിയുടെ ഡ്രസ്സ്, പിന്നെ എൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി റീൽ എടുക്കാനൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെസ്റ്റേൺ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് ഭാരതിൽ പോയിട്ട് ടൊമാറ്റോ റൈസ് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്, ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ, ലഞ്ചിന് മാത്രമേ ഉള്ളൂ
ടൊമാറ്റോ റൈസ് ഉണ്ടാവുള്ളൂ. ഈവനിങ്ങിലും നൈറ്റിലും ഒന്നും അത് ഉണ്ടാവില്ല എന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. അപ്പോൾ അത് വേറൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് ഇനി എപ്പോഴാണ് വരിക എന്നറിയില്ല. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. മീൻസ് ടൊമാറ്റോ റൈസ്, എല്ലാ ഫുഡും അടിപൊളിയാണ്. അപ്പോൾ ടൊമാറ്റോ റൈസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കയറിയിട്ടുണ്ടോ ചോദിച്ചാൽ മോർണിംഗിൽ ഈ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്, അല്ല ഞാൻ കയറിയിട്ടില്ല. പിന്നെ ഹൈ റോട്ടിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ അങ്ങനെ കയറാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എന്താ കഴിക്കുക. അപ്പോൾ ടൊമാറ്റോ റൈസ് എന്തായാലും ഇവിടെ ഞാൻ ചോദിച്ചുണ്ടോയെന്ന്, അപ്പോൾ പറഞ്ഞില്ല എന്ന്. അപ്പോൾ ഞാൻ സ്ഥിരം കഴിക്കുന്ന സംഭവം തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ടർ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതാണ് ഓർഡർ ചെയ്തത്. പിന്നെ മമ്മിയും ഉമ്മച്ചിയും കൂടിയിട്ട് മിക്സഡ് നൂഡിൽസാണോ ചിക്കൻ നൂഡിൽസാണോ എന്തോ നൂഡിൽസാണ് അവർ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മമ്മിയും അത് തന്നെയാണ് കഴിച്ചത്. എന്നോട് മമ്മി പറഞ്ഞതാണ് പ്രോഗ്രാമിന് പോകണമല്ലേ, കഴിക്കണ്ടെന്ന്. പിന്നെ എനിക്കത് പെട്ടെന്ന് കഴിക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് സൈഡ് ഡിഷായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു, ചിക്കൻ ചില്ലി ഗ്രേവി ടൈപ്പാണ് തോന്നുന്നു കേട്ടോ, അറിയില്ല എന്താണെന്ന് ഓർമ്മയില്ല. അതായിരിക്കും മിക്കതും പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ്. ചിക്കൻ ചില്ലി ഗ്രേവി ടൈപ്പ് തന്നെയാണ് പറഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ ഞാൻ എന്ന് പറയുമ്പോൾ മമ്മി എന്നോട് കുറേ പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിന് പോവല്ലേ, ഇനിയിപ്പോൾ ഹെൽത്തിനൊരു ഇഷ്യൂ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ കഴിച്ചതാണ്. അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൂരെ പോവല്ലേ, അപ്പോൾ ഇനി പെർഫോം ചെയ്യാൻ പോയിട്ട് അത് ഹെൽത്ത് കാരണം ഒരു ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മമ്മി എന്നോട് പറഞ്ഞത് കഴിക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ പ്രോഗ്രാമിൻ്റെ അന്ന് വെജ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ തലേ ദിവസം എനിക്കിത് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മമ്മിയും ഉമ്മച്ചിയും കൂടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ പോകുന്നത്, അതായത് പെർഫോമൻസിന് വിളിച്ചപ്പോൾ പോവല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ടെൻഷൻ എന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ന്യൂ ഐറ്റം കളിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് പഠിച്ച ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്കങ്ങനെ ഒരു ഐറ്റം ഞാനങ്ങനെ പെട്ടെന്ന് പഠിച്ച് കളിച്ചിട്ട് ഓക്കെ ആവില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 2-3 സ്റ്റേജ് കയറിയാൽ തന്നെയാണ് അത് ഓക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മമ്മിയായാലും പറഞ്ഞു കുഴപ്പമില്ല, അതിനി ഇതേപോലെ തന്നെ 2-3 സ്റ്റേജും കൂടി കയറിയാൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെ നീറ്റാക്കി കളിക്കാൻ പറ്റുമോ, സ്റ്റെപ്പ് മറക്കുമോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് വിചാരിച്ച പോലെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു ആ പുതിയ ഐറ്റം കേട്ടോ. ബാക്കി രണ്ടും പിന്നെ ഞാൻ കുറേ സ്റ്റേജ് കയറിയിട്ടുള്ളതല്ലേ, എനിക്ക് ഇഷ്ടം പോലെ സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് ചെന്നൈ പോവുകയാണെങ്കിൽ ഇന്ന് മോർണിംഗ് ആണ് എൻ്റെ ഐറ്റം പഠിച്ച് തീർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഐറ്റം പഠിച്ച് തീർന്നാൽ മാത്രം പോരല്ലോ, അത് 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നന്നായിട്ട് കളിച്ച് പ്രാക്ടീസ് ആവണ്ടേ. 10 മിനിറ്റും റെഡിയാക്കാൻ നല്ല റിസ്ക്കാണ്. അപ്പോൾ അതിൽ ഓരോരോ മൈന്യൂട്ടായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മമ്മി കുറച്ചൊക്കെ ഇരുന്ന് ശരിയാക്കി തന്നു. പിന്നെ മമ്മി പറഞ്ഞു കുഴപ്പമില്ല, പ്രോഗ്രാം അല്ലേ, എനിക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നത്. അപ്പോൾ സതീഷ് മാഷായാലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനെപ്പോഴും കോമ്പറ്റീഷനായാലും നന്ദനന്ദന രാമൻ തന്നെയാണ് ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷേ അപ്പോൾ മാഷ് പറഞ്ഞു, ഞാനായാലും വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പുതിയ ഐറ്റം ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് മാഷിൻ്റെ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞിട്ട് മാഷിൻ്റെ ഹൈസ്കൂളിൽ നിന്ന് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി കളിച്ച് വന്നിട്ട് മാഷ് താമരശ്ശേരി എത്തിയല്ലോ. അപ്പോൾ മാഷ് താമരശ്ശേരി എത്തിയപ്പോൾ ഞാൻ മാഷോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നീ വായോ, എന്നാൽ നമുക്ക് വേറൊരു ഐറ്റം നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഐറ്റം പെട്ടെന്ന് പഠിച്ചതാണ്. അധികം ടൈമൊന്നും എടുത്തില്ല. കാരണം ഞാൻ എനിക്കൊരു വീഡിയോ മാഷിൻ്റെ സീനിയർ സ്റ്റുഡൻറ്റ് കളിച്ച വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നീ നോക്കിയിട്ട് വായു എന്ന് പറഞ്ഞു. ഞാൻ ഐറ്റം ഒരു 8 മിനിറ്റൊക്കെ ഞാൻ നോക്കിയിട്ട് പോയി. ബാക്കി അവസാനത്തെ എനിക്ക് കുറച്ച് അറിയില്ലായിരുന്നു കേട്ടോ. സ്റ്റോറീസ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ജദീസൊക്കെ മാഷിൻ്റെ സ്റ്റൈൽ അറിയാവുന്നതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അഭിനയമൊക്കെ എന്ന് പറയുമ്പോൾ മാഷ സ്റ്റോറി പറഞ്ഞെന്ന് എങ്ങനെയാണ് ഓരോരോ ഭാവങ്ങളും ചെയ്യേണ്ടതെന്നുള്ള
കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമുക്കത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മാഷ് ഇങ്ങനെ അതിൻ്റെ സ്റ്റോറി പറഞ്ഞു തന്നു, അതേപോലെ തന്നെ എങ്ങനെയാണ് ഓരോ പോർഷനും ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് അത് പിന്നെ ലാസ്റ്റ് 2 മിനിറ്റ്സ് പിന്നെ ഓക്കെ ആയത്. അപ്പോൾ അങ്ങനെ മാഷ്ക്ക് അങ്ങനെ കുറേ ക്ലാസ് ഒന്നും വേണ്ടി വന്നില്ല, ഒറ്റ ക്ലാസ്സിൽ തന്നെ ഐറ്റം ഫുൾ കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു പുതിയ ഐറ്റം ഒറ്റ ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം വേറൊരു വഴിയില്ല, ഇപ്പോഴും താമരശ്ശേരി പോകാമെന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പ്രോഗ്രാം ആണെങ്കിൽ ആയി തുടങ്ങി. അപ്പോൾ മാഷ് സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ പിന്നെ മാഷ് പ്രാക്ടീസിന് വരട്ടെ എന്ന് ചോദിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പെട്ടെന്ന് എന്താ പറയുക, എല്ലാം വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടാവില്ല, അവർക്കൊക്കെ എന്താ പറയുക ഒരു ദിവസം കൊണ്ട് പഠിച്ച് നെക്സ്റ്റ് ഡേ സ്റ്റേജിൽ നല്ല ക്ലിയർ ആയിട്ട് കളിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ അല്ല കേട്ടോ. എനിക്ക് കുറേ സ്റ്റേജ് കയറിയാലേ ഐറ്റം നല്ല ക്ലിയർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറയാലോ, നന്ദനന്ദന എത്ര വർഷമായിട്ട് ആ ഐറ്റം കളിക്കുന്നതെന്നറിയോ. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞത്, നീ ഇപ്രാവശ്യം സബ് ജില്ലയിലാണ് ആ ഐറ്റം ശരിക്കും നല്ല വൃത്തിക്ക് കളിച്ചതെന്ന് കേട്ടോ. നോക്കി ഇത്രയും വർഷമായിട്ടും കളിച്ചിട്ട് മമ്മി പറഞ്ഞത് ഇപ്പോഴാണ് നീ ആ ശരിക്കും ഐറ്റം നല്ല വൃത്തിക്ക് കളിച്ചതെന്ന്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലും സ്റ്റേജ് നല്ലോണം കയറണം, എന്നാലാണ് ഒരു ഐറ്റം ആക്ച്വലി ശരിയായി വരുള്ളൂ. അതേപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ പെർഫോം ചെയ്ത് എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നണം കുഴപ്പമില്ല ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. അല്ലാതെ ഒന്നും ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാ ഡാൻസും കളിക്കുമ്പോൾ എനിക്ക് തൃപ്തിയാവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എല്ലാ ഡാൻസും കണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആവാറില്ല. ഇപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഞാൻ ചെന്നൈ പോയിട്ട് റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് തീരെ ഇഷ്ടമായിട്ടില്ല ഞാൻ കളിച്ചത്. എന്തൊക്കെയോ ഒരു മിസ്സിങ്, എന്നും കിട്ടുന്ന ആ ഒരു ഇതില്ല. മറ്റേ ഞാൻ എന്ത് ഡാൻസ് ചെയ്യുമ്പോഴായാലും എനിക്ക് കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് അങ്ങനെ തോന്നും റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. ഇതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത് കുഴപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് തന്നെ അത് കാണുമ്പോൾ ഇതെന്തെങ്ങനെ കളിച്ച് അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ മമ്മി പറഞ്ഞപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയില്ലേ, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഫ്ലോയിൽ പോയി. അപ്പോൾ ഈ ഓട്ടോ ചേട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ആ ചേട്ടൻ്റെ വീഡിയോ എടുത്ത ചേട്ടൻ സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വഴിയിൽ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ആ പുതിയ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ അറിയോ, അതെനിക്ക് മറക്കുമോ എന്നുള്ള ടെൻഷനാണ്. പെർഫോമൻസ് ആണെങ്കിലും നമുക്കൊരിതുണ്ടാവില്ലേ. അപ്പോൾ ഉമ്മ ചോദിക്കുന്നത് എന്തത് കുറേ നേരമായില്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ടഫുള്ള പോർഷൻ തൊട്ട്, അതായത് ഞാൻ മറക്കുന്ന പോർഷൻ തൊട്ട് ഞാൻ ഒന്നുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ബസ് ലേറ്റ് ആവും എന്ന് അറിഞ്ഞപ്പോഴാണ് സമാധാനമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ മമ്മിയായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് ഡാൻസ് കളിച്ചാലും സൂപ്പർ എന്ന് പറയില്ല. മമ്മിക്ക് അത്രയും ഇഷ്ടമായാൽ മാത്രമേ മമ്മി ഇഷ്ടമായി എന്ന് പറയുള്ളൂ. മമ്മിയുടെ അടുത്ത് നിന്നൊക്കെ ഒരു സൂപ്പർ എന്ന് കേൾക്കണമെങ്കിൽ അത് അത്രയും ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കേൾക്കുള്ളൂ കേട്ടോ. അല്ലാതെ മമ്മി അങ്ങനെ വെറുതെ നന്നായി കളിച്ചു ഒന്നും പറയില്ല. അങ്ങനെയാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെ അടുത്തും പറയുക അങ്ങനെ തന്നെ, എന്നോട് മാത്രമല്ല എല്ലാവരുടെ അടുത്തും പറയും. ഞാൻ കളിച്ചാൽ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറയൊന്നുമില്ല, ഞാൻ കളിച്ചില്ലെങ്കിൽ ഇന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് നടക്കുകയും ചെയ്യും. അച്ഛനൊന്നും കളിച്ചില്ല അങ്ങനെ കേട്ടോ. അല്ലാതെ ഞാൻ കളിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറഞ്ഞ് നടക്കുകയൊന്നുമില്ല കേട്ടോ. മാഷടുത്ത് ചിലപ്പോൾ പറയും, അച്ചു കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടല്ലേ, അപ്പോഴും കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടല്ലേ എന്നാ പറയുള്ളൂ. അച്ചു സൂപ്പറായി കളിച്ചിട്ടുണ്ടല്ലേ എന്ന് മമ്മി എവിടെയും പറയില്ല. മമ്മി ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല കേട്ടോ. അത് അങ്ങനെയാണ്, മമ്മി എത്ര നന്നായി കളിച്ചാലും കളിച്ചു എന്ന് മമ്മി പറയില്ല. പിന്നെ മമ്മിക്ക് അത്രയും ഇഷ്ടം തോന്നണം കളിച്ചിട്ടുണ്ടെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സബ് ജില്ലയിൽ നന്നായി കളിച്ചു എന്ന് മമ്മി എന്നോട് പറഞ്ഞു നന്ദനന്ദന. അപ്പോൾ മമ്മി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് മമ്മിയുടെ അടുത്തേക്ക് പോവാം. മമ്മി ഉണ്ടെങ്കിൽ മമ്മിയുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ മാഷ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് മാഷിൻ്റെ അടുത്തേക്കായിരിക്കും പോവാം. അപ്പോൾ അന്ന് മാഷില്ലല്ലോ, അപ്പോൾ അന്ന് മമ്മി മാത്രമേ ഉള്ളൂ. മമ്മി എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട് കേട്ടോ അച്ചു എന്ന്. അങ്ങനെ മമ്മി എപ്പോഴും പറയില്ല. അപ്പോൾ മമ്മിയുടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കളിച്ചിട്ടില്ലെങ്കിൽ പോരാട്ടോ ഒന്നും കളിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് വീടെത്തണ വരെയും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മളിങ്ങനെ കോസ്റ്റ്യൂമൊക്കെ കഴിക്കില്ല, ആ ടൈമിൽ ഒന്നും കളിച്ചിട്ടില്ല. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് താമരശ്ശേരിയിലൊക്കെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. മമ്മി അങ്ങനെയാണ്. അപ്പം ഞാൻ മമ്മീനെ പറഞ്ഞ് മനസ്സിലാക്കും, മമ്മി എല്ലാ സ്റ്റേജും ഇപ്പോൾ നമുക്ക് ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ, അങ്ങനെയൊന്നും പറയല്ലോ, എല്ലാ സ്റ്റേജിലും ഇപ്പോൾ നമുക്ക് നന്നായി കളിക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടോ എന്നൊക്കെ പറയും. അപ്പോൾ മമ്മി പറയാം, നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, നിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ താമരശ്ശേരി വരെ കൊണ്ടുപോകുന്നത് തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ നിർത്തില്ല, പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഇത് നിർത്തുന്നു, കിടക്കാൻ നേരത്ത് നിർത്തില്ല, ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും മമ്മി കേട്ടോ. അത് ഒരുവിധം പിള്ളേർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കും. മീൻസ് ഡാൻസ് പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ ഡാൻസിനോട്
അത്രയും ക്രേസുള്ള അമ്മമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ പിള്ളേർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെയൊക്കെ അമ്മമാർ പിന്നെയും കളിച്ചാൽ മോളും നന്നായി കളിച്ചു കിട്ടുമെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരാൾ അങ്ങനെ ഒരു വാക്ക് പോലും എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അറിയോ, മോളൂ എന്ന് വിളിച്ചിട്ട് നന്നായി കളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയൊന്നും പറയില്ല. അച്ചു നീ കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. ഇതിപ്പോൾ പുതിയ ഏറ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മുടെ ബസ് വന്നു. നേരത്തെ വന്നത് നമ്മുടെ ബസ്സായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ബസ്സായിരിക്കും വിചാരിച്ചു. പക്ഷെ അതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉമ്മച്ചി മമ്മി എല്ലാം ലഗേജൊക്കെ ബാക്കിൽ കൊണ്ട് തട്ടിയിട്ട് കയറുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് AC ബസ്സിൽ കയറുന്നത് കേട്ടോ. ഞാൻ ട്രെയിനിൽ പോയിട്ടുണ്ട്, AC തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ബസ്സിൽ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലോണം എന്താ പറയുക, എങ്ങനെയിപ്പോൾ പറഞ്ഞുതരാം, നല്ലൊരു സുഖം കിട്ടിയെന്ന് പറയുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. വേറൊരു എന്താ പറയുക, സൗണ്ടോ ഡിസ്ട്രാക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റി. പിന്നെ എന്താ പറയുക, ഒരു ക്ഷീണമൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഈ ബസ്സായിരുന്നില്ല വിചാരിച്ചത്. എൻ്റെ മനസ്സിൽ ഞാൻ ഇതല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ചാരി കിടക്കാൻ പറ്റുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഇതായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയും മമ്മിയും ബസ്സിൽ കയറിയിട്ടും ചിരി നിർത്തുന്നില്ല കേട്ടോ. രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതെവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതാ നോക്കുക കേട്ടോ, എവിടെയാണ്, മുകളിലാണോ അടിയിലാണോ എന്ന് കറക്റ്റായിട്ട് നമ്പർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര സൈലൻസ് ആയിരുന്നു കേട്ടോ. ഒരു സൗണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നമ്പർ നോക്കിയപ്പോൾ മുകളിലാണ്. അപ്പോൾ ഞാൻ മുകളിൽ കയറാം കേട്ടോ. ലൈറ്റ് ഉണ്ട്. അപ്പോൾ മമ്മി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ബസ്സിലധികം ലൈറ്റ് ഇല്ല എന്ന്. അപ്പോൾ അതാ മമ്മിയുടെ അടുത്ത് ഞാൻ ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാ കണ്ടില്ലേ, മമ്മി കയറി ലൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇനി ഒന്നും നോക്കിയില്ല. ഞാൻ കുറച്ച് നേരം സോങ്സൊക്കെ കേട്ടിരുന്നു കേട്ടോ. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നല്ലോണം പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ എത്തിയിട്ടില്ല. പോണ്ടിച്ചേരി ആ ഭാഗത്ത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ സ്ഥലങ്ങളൊന്നും. പോണ്ടിച്ചേരിയാണോ എവിടെയാണോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന ടൈമിൽ മമ്മി കള്ളി വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ക്ലിപ്സൊക്കെ എടുത്തത് മമ്മിയാണ് കേട്ടോ. ഞാൻ ഈ ടൈമിൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബസ്സിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയെന്ന്. അപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു. മമ്മി എടുത്ത ക്ലിപ്സാണ് ഇതൊക്കെ. എന്നോടിങ്ങനെ കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യവും കഴിക്കുന്നതും കുടിക്കുന്നതൊക്കെ നടന്ന് വീഡിയോ എടുക്കണേന്ന്. ഞാൻ പറയാമല്ലോ, എന്താ പറയുക, എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും എൻ്റെ എല്ലാ കാര്യവും അറിയണം എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇപ്പോൾ സ്വന്തം എന്ന് പറയാൻ തന്നെ നിങ്ങളെല്ലാവരും തന്നെയാണുള്ളൂ. അപ്പോൾ എൻ്റെ മമ്മി കഴിഞ്ഞിട്ടും എൻ്റെ ഗുരുക്കന്മാരൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും എടുത്ത്, എനിക്കിപ്പോൾ നേരിട്ട് ഇപ്പോൾ നിങ്ങളോട് എല്ലാ കാര്യവും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോയിലൂടെ ആകുമ്പോൾ എൻ്റെ എല്ലാ കാര്യവും നിങ്ങളെല്ലാവരും അറിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, കാണുന്ന ആൾക്കാർ ഇപ്പോൾ ഇത് വിചാരിക്കും, അതായത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണുന്ന ആൾക്കാരിങ്ങനെ വിചാരിക്കും ഈ കുട്ടിക്ക് എന്താ വേറൊരു പണിയിൽ ഇത് തന്നെയാണോ എന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയുന്നവരും അവിടെ കിടന്ന് പറഞ്ഞോട്ടെ. അവരിപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്കിപ്പോൾ തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ പറയാനുള്ള ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനതിപ്പോൾ മൈൻഡ് ചെയ്യാറേ ഇല്ല, എന്താച്ചാൽ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ DM വന്ന് ചോദിക്കും എന്താ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണട്ടെ. അപ്പോൾ ഇനി ഇതിന് നെക്സ്റ്റ് പാർട്ട് വേറെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.